നമസ്കാരം. മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അപ്ഡേറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ഭക്തിസാന്ദ്രമായി വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീകോവിലുകളുടെ ശിലായാനം. തന്ത്രി ധർണനെല്ലൂർ ദേവനാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്ക് റിസ്ക് ഫണ്ട് വിതരണം നടത്തി. ധനസഹായ വിതരണം ബാങ്ക് പ്രസിഡന്റ് ആർ രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ മാത്യു പൂനാട്ടിന്റെ നവതി ആഘോഷം 28-ന് മൂവാറ്റുപുഴ ഹോളി മാഗി ഫെറോന പള്ളിയിൽ നടത്തപ്പെടും. ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. നിർമ്മല യോഗ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററിന്റെ യോഗാ ദിനാചരണവും അവാർഡ് ദാനവും നടത്തി. ഫാദർ മാനുവൽ പിച്ചിലക്കാട്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ശബരിപാത കൃഷിയിലും വ്യവസായത്തിലും മാറ്റത്തിന് കാരണമാകും. വ്യവസായ മേഖലയിലും വൻ കുതിപ്പിന് വഴിയൊരുക്കുമെന്നും കർഷകർ. വാർത്തകൾ വിശദമായി. ഭക്തിസാന്ദ്രമായി വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീകോവിലുകളുടെ ശിലായാനം. തന്ത്രി ധർണനെല്ലൂർ ദേവനാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രത്തിൽ ഗോശാല കൃഷ്ണന്റെയും ശാസ്താവിന്റെയും ശ്രീകോവിലുകളുടെ ശിലാന്യാസം ഭക്തിസാന്ദ്രമായി നടത്തപ്പെട്ടു. ശനിയാഴ്ച രാവിലെ 7-നും 7:45-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ തന്ത്രി ധർണനെല്ലൂർ ദേവനാരായണൻ നമ്പൂതിരി, മേൽശാന്തി പുള്ളിക്കപ്പറമ്പിൽ ദിനേശൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശിലാന്യാസം നടത്തപ്പെട്ടു. ശ്രീകോവിൽ ശിലാന്യാസത്തിനു ശേഷം ചുറ്റമ്പലത്തിന്റെ കട്ടളവെപ്പും നടത്തി. ദേവസ്വം പ്രസിഡന്റ് കിഷോർ ബി, സെക്രട്ടറി രമേശ്, ജനറൽ കൺവീനർ വി കൃഷ്ണസ്വാമി, ട്രഷറർ രഞ്ജിത്ത് കലൂർ, സ്ഥപതി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫാദർ മാത്യു പൂനാട്ടിൽ നവതി ആഘോഷം 28-ന് ശനിയാഴ്ച 10-ന് രാവിലെ ഹോളി മാഗി ഫെറോന പള്ളിയിൽ നടത്തപ്പെടും. വിശുദ്ധ കുർബാനയോട് കൂടി ആരംഭിക്കുന്ന നവതി ആഘോഷത്തിൽ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ, പി.ജെ. ജോസഫ് MLA, അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA, മോൺസിലർ ഡോക്ടർ പയസ് മലക്കണ്ടത്തിൽ തുടങ്ങിയവർ പങ്കെടുക്കും. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും റിസ്ക് ഫണ്ട് വിതരണം നടത്തി. മൂവാറ്റുപുഴ കർഷക സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ സഹകരണത്തോടെ റിസ്ക് ഫണ്ട് വിതരണം നടത്തി. ധനസഹായ വിതരണം ബാങ്ക് പ്രസിഡന്റ് ആർ രാജീവ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ഡയറക്ടർ CH നാസർ അധ്യക്ഷത വഹിച്ചു. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. നിർമ്മല യോഗ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററിൽ 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ഹോളി മാഗി ഫെറോന പള്ളി വികാരി ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ദിനാചരണത്തിന്റെ ഭാഗമായി പതഞ്ജലി അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ, എറണാകുളം. An inspiring journey into the future. ശബരിപാത കൃഷിയിലും വ്യവസായത്തിനും മാറ്റത്തിന് കാരണമാകും. ജില്ലയുടെ കിഴക്കൻ മേഖലയിലേക്കും അതുവഴി ഇടുക്കിയിലേക്കുമുള്ള റെയിൽവേ പാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ശബരിപാത കാർഷിക മേഖലയെയും വ്യവസായ മേഖലയിൽ വൻ കുതിപ്പിന് വഴിയൊരുക്കുമെന്ന് കർഷകർ. പൈനാപ്പിൾ, കൃഷി ഉൽപ്പന്നങ്ങളായ ഏലം, കുരുമുളക്, റബ്ബർ, ഗ്രാമ്പു തുടങ്ങിയവയും ദേശീയ രാജ്യാന്തര വിപണിയിൽ കാലതാമസം കൂടാതെ എത്തിക്കാൻ ശബരിപാത യാഥാർത്ഥ്യമാകുന്നതിലൂടെ സാധിക്കുമെന്നും കർഷകർ. കല്ലൂർക്കാട് പുളിയാമ്പിള്ളി പുത്തൻപുരയിൽ KN കൃഷ്ണൻകുട്ടി 70 നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച 2-ന് തൊടുപുഴ ശാന്തിതീര ശ്മശാനത്തിൽ നടത്തി. പരേതൻ കല്ലൂർക്കാട് ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്ക് മുൻ ജീവനക്കാരനും കല്ലൂർക്കാട് വ്യാപാരിയുമാണ്. ഭാര്യ ഓമന ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്ക് മുൻ ജീവനക്കാരി. മക്കൾ ശ്രീജ, ശ്രീജിത്ത്. ബസേലിയസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ന്യൂസ് ഡേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.